ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ ഡോക്ടർ അബ്ബാസ് ഫട്ടോലി, അമൽ കോളേജിലെ FIUG അക്കാഡമിക് കോർഡിനേറ്ററാണ്. നമ്മുടെ 2025 അഡ്മിഷനുള്ള മൈനർ MDC ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഗൈഡ് ലൈൻസാണ്. ഒന്ന് മനസ്സിലാക്കേണ്ടത്, അമൽ കോളേജിൽ 11 UG പ്രോഗ്രാമുകളുണ്ട്. എന്നാൽ ഇതിൽ പല കോഴ്സുകൾക്കും പല നേച്ചറുണ്ട്. ഇതിന് വേണമെങ്കിൽ നമുക്കൊരു 3 ഗ്രൂപ്പുകളാക്കിയിട്ട് എടുക്കാം. ആദ്യത്തേത് സെറ്റ് ചെയ്യുക എന്നുള്ളതിൽ ഞാനൊരു 6 കോഴ്സുകളായിട്ടുള്ളത്. അവരൊക്കെ മേജറും മൈനറും ഉള്ള ഡിപ്പാർട്ട്മെൻറ്റുകളാണ്, അല്ലെങ്കിൽ ആ രീതിയിലാണ് ആ പ്രോഗ്രാം വരുന്നത്. അതേസമയത്തിന് ഈ സെറ്റ് ബിയിൽ BBA എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം സ്റ്റാൻഡ് അലോൺ ആണ്, അവർക്ക് മൈനറില്ല. അതുപോലെ മാത്സ് ആൻഡ് ഫിസിക്സ് ഡബിൾ മേജറാണ്, അതിനും മൈനറില്ല. പിന്നെ പുറത്ത് സെൽഫ് ഫിനാൻസിങ് ആണ്. സെൽഫ് ഫിനാൻസിങ് കോഴ്സ് ഈ വർഷമാണ് 4 ഇയറിലേക്ക് വന്നത്. അപ്പോൾ അവരുടെ മൈനറുകൾ അവർ പരസ്പരമാണ് സെലക്ട് ചെയ്യുന്നത്, എയ്ഡഡ് കോഴ്സുകാർ സെലക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇനി വേറൊരു പ്രത്യേകത കൂടി ഉള്ളത്, ഈ സെറ്റ് ചെയ്യാനുള്ള BCom, BA എക്കണോമിക്സ്, BTH ഈ 3 കോഴ്സിൽ മേജർ ഓഫർ ചെയ്യുന്നതും മൈനർ ഓഫർ ചെയ്യുന്നതും അതേ ഡിപ്പാർട്ട്മെൻറ്റാണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടികൾക്ക്, BComലെ കുട്ടികൾക്ക് ഒരിക്കലും BComൻ്റെ മൈനർ ചൂസ് ചെയ്യാൻ കഴിയില്ല. എക്കണോമിക്സുകാർക്ക് അവരുടെ പറ്റില്ല, ടൂറിസംകാർക്കും അവരുടെ സ്വന്തം മൈനർ ചൂസ് ചെയ്യാൻ പറ്റില്ല, അവർ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ എടുക്കണം. എന്നാൽ അതിൻ്റെ താഴെയുള്ള ഇംഗ്ലീഷും സൈക്കോളജിയും കമ്പ്യൂട്ടറും അവരുടെ മൈനറുകൾ നിലവിൽ ഉള്ള ഒരു കൺവെൻഷണൽ മൈനർ ഉണ്ട് അവിടെ, സബ്സിഡറി എന്ന് പറയുന്നത്. പക്ഷെ അത് അവരുടെ ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം ഓഫർ ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണം ഇംഗ്ലീഷിൻ്റെ മൈനർ കൊടുക്കുന്നത് പൊളിറ്റിക്കൽ സയൻസും ജേർണലിസവും എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അതുകൊണ്ട് ആ കുട്ടികൾക്ക് അതന്നെ ചൂസ് ചെയ്യുന്നതിന് തടസ്സമില്ല കേട്ടോ. അതേപോലെ തന്നെ സൈക്കോളജിയിൽ അവിടുത്തെ മൈനർ സൈക്കോളജി ഡിപ്പാർട്ട്മെൻ്റ് അല്ല, അതിനായിട്ട് വളരെ ക്ലോസ് ആയിട്ട് അതേ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ആയിരിക്കും ചിലപ്പോൾ ടീച്ചേഴ്സ് ഇരിക്കുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സും ഫിസിയോളജിയിലെ ആളുകളാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് അവർക്ക് എടുക്കാം. കമ്പ്യൂട്ടർ സയൻസിലും അങ്ങനെ തന്നെ, മാത്സിനും സ്റ്റാറ്റിന്നുമാണ് കൊടുക്കുന്നത്. അവർക്കും വേണമെങ്കിൽ അവരുടെ സ്വന്തം മൈനർ, സ്വന്തം എന്നല്ല ആ മൈനർ ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ മനസ്സിലാക്കുക. ബാക്കിയുള്ളവർക്കൊക്കെ അതർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നിർബന്ധമായിട്ടും മൈനർ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ BBAക്കാർക്ക് മൈനറൊന്നും ചൂസ് ചെയ്യാനില്ല, അവർക്ക് MDCക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രോസസ്സിൽ അവർ ഭാഗമാവുന്നത്. MDC ഏത് ഡിപ്പാർട്ട്മെൻറ്റും എടുക്കാം. അതേപോലെ തന്നെ മാത്സുകാർക്കും സത്യത്തിൽ MDC അവർക്ക് ചൂസ് ചെയ്യാം, പക്ഷേ അവരുടെ MDC അവരുടെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് ചൂസ് ചെയ്യുന്നത്. ഈ മൈനർ ഗ്രൂപ്പുകൾ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത്, കൊമേഴ്സിന് സത്യത്തിൽ 2 മൈനർ ഗ്രൂപ്പുകളുണ്ട്. നമ്മളതിനെ മൈനർ 1, മൈനർ 2 അല്ലെങ്കിൽ BC എന്നുള്ള രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ കൊമേഴ്സിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്, ലോജിസ്റ്റിക്സ് ഉണ്ട്. ഇക്കണോമിക്സിൽ ഫിസ്ക്കൽ പോളിസി, മോണിറ്ററി പോളിസി. ടൂറിസത്തിൽ ടൂറിസം, ഹോട്ടൽ മാനേജ്മെൻറ്റ്. അപ്പോൾ ഈ 3 ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു പ്രത്യേകത ഉള്ളത്, നിങ്ങൾ ഇവിടെ നിന്ന് മൈനർ ചൂസ് ചെയ്യുമ്പോൾ ഈ Bയും Cയും അവിടെ നിന്ന് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് വരും. അഥവാ നിങ്ങളിപ്പോൾ എക്കണോമിക്സിലെ കുട്ടിയാണ്, അപ്പോൾ എക്കണോമിക്സ് മേജർ, ദെൻ കൊമേഴ്സിൽ നിന്ന് 2 മൈനർ എടുത്താൽ പിന്നെ കൊമേഴ്സ് മൈനർ എന്ന് പറഞ്ഞുള്ള സർട്ടിഫിക്കറ്റ് കിട്ടും. എക്കണോമിക്സ് മേജർ, കൊമേഴ്സ് മൈനർ എന്നാണ് സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ ആ കുട്ടിക്ക് എക്കണോമിക്സിലേക്കും PGക്ക് പോവാം, അതുപോലെ തന്നെ കൊമേഴ്സിലേക്കും PGക്ക് പോവാം. ഈ ഒരു സൗകര്യം അമൽ കോളേജിൽ ഈ 3 ഡിപ്പാർട്ട്മെൻറ്റിലാണ് വരിക. കാരണം അവർ തന്നെ Bയും 4 വരും. Bയും Cയും ആ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഓഫർ ചെയ്യുന്നതുകൊണ്ടാണ് ആ ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നത്. പക്ഷേ ഇത് കിട്ടണമെങ്കിൽ ആ കുട്ടി എന്ത് ചെയ്യണം, എല്ലാ സെമസ്റ്ററിലും 1, 2, 3 സെമസ്റ്ററുകളിലാണ് മൈനർ ഉള്ളത്. എല്ലാ സെമസ്റ്ററുകളിലും 2 മൈനറും, B എന്ന് പറയുന്ന ലെഗും C എന്ന് പറയുന്ന ലെഗും ഇതേ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് ചൂസ് ചെയ്യണം കേട്ടോ. ഇത് എക്കണോമിക്സിൽ ചൂസ് ചെയ്താൽ അങ്ങനെ കിട്ടും. ഒരു കൊമേഴ്സ് കുട്ടിക്ക് വേണമെങ്കിൽ എക്കണോമിക്സിൽ നിന്ന് 2 മൈനർ എടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അയാളുടെ സർട്ടിഫിക്കറ്റ് വരുമ്പോൾ കൊമേഴ്സ് മേജർ, എക്കണോമിക്സ് മൈനർ എന്നായിരിക്കും. അപ്പോൾ അത് 2 PGക്കും പോകാൻ തുല്യമായിരിക്കും. ഇത് സ്റ്റാറ്റിസ്റ്റിക്സിലും നമ്മളവിടെ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഏകദേശം സാധ്യമാണ്. അപ്പോൾ എന്ത് ചെയ്യണം, സ്റ്റാറ്റിസ്റ്റിക്സിൽ Bയിലും ഒരു ഗ്രൂപ്പുണ്ട്, ബിഹേവിയറൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട്. Cയിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തഡോളജി എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഡാറ്റാ സയൻസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. ഈ ഗ്രൂപ്പും ഒരു കുട്ടി ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എന്ത് കിട്ടും, ഇപ്പോൾ കൊമേഴ്സ് മേജർ, സ്റ്റാറ്റിസ്റ്റിക്സ് മൈനർ എന്ന് കിട്ടാം. അപ്പോൾ കൊമേഴ്സിലും സ്റ്റാറ്റിസ്റ്റിക്സിലും ആ കുട്ടിക്ക് PGക്ക് പോവാം എന്നുള്ളതാണ്. ഇനിയുള്ള 2 മൈനർ, അതിന് താഴെ പിന്നെ 2 ഗ്രൂപ്പുകൾ കണ്ടല്ലോ. ജേർണലിസം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് B എന്നുള്ള ലെഗ് മാത്രമേ അവിടെ അവൈലബിൾ ഉള്ളൂ. പ്രൊഫഷണൽ ജേർണലിസം Bയിൽ ചൂസ് ചെയ്യാം. അതുപോലെ പൊളിറ്റിക്കൽ സയൻസിൽ ഗവൺമെൻറ് ആൻഡ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന C എന്ന് പറയുന്ന ഒരു ബാസ്ക്കറ്റ് മാത്രമേ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ ആ രീതിയിൽ കുട്ടിക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇത് 2 ഒരുമിച്ച് എടുക്കണം എന്നൊരു നിർബന്ധമില്ല. ഇപ്പോൾ ഒരു കുട്ടിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊമേഴ്സ് എന്ന് എടുത്തിട്ട് അതിൻ്റെ കൂടെ ഗവൺമെൻറ് ആൻഡ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന C ഗ്രൂപ്പിൽ നിന്ന് എടുക്കാം. ഇതിന് ഏതെങ്കിലും
ബിന്ന് ഒന്നും സിന്ന് ഒന്നുമാണ് കുട്ടി ചൂസ് ചെയ്യുക. അത് ഒരേ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ചൂസ് ചെയ്താൽ കുട്ടിക്ക് എന്ത് ചെയ്യും, ഡിഗ്രി കഴിയുമ്പോൾ അതൊരു പ്രിവിലേജ് ആയിട്ട് മാറും. പക്ഷേ കുട്ടിക്ക് ഏത് രീതിയിലും എടുക്കാം. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കുന്നത്, നമ്മളിപ്പോൾ ഒന്നാമത്തെ സെമസ്റ്ററിലേക്കുള്ള സെലക്ഷനാണ് ഇപ്പോൾ വരുന്നത്. ഒന്നാമത്തെ സെലക്ടറിൽ സെലക്ട് ചെയ്തതിൻ്റെ തുടർച്ചയായിട്ടാണ് 2-3 ഇതിൽ ശരിക്കും സെലക്ട് ചെയ്യേണ്ടത്. എന്നാലേ ആ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള ആ ഒരു ഗ്രൂപ്പെങ്കിലും കിട്ടുകയുള്ളൂ. ഒരു പാത്ത് വേ കിട്ടണമെങ്കിൽ ഇത് രണ്ടും കിട്ടണം. അപ്പോൾ ഒരു ഗ്രൂപ്പെങ്കിലും കിട്ടണമെങ്കിലും അയാൾ എന്ത് ചെയ്യണം, 3 കോഴ്സ് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിച്ചിരിക്കണം. പക്ഷെ അതും FIUG കോൺസെപ്റ്റിൽ അതും നിർബന്ധമൊന്നുമില്ല. ഒന്നാമത്തെ സെമസ്റ്ററിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഇതിൽ അവർ പോയി. പക്ഷേ ഫസ്റ്റ് സെമ്മത്തെ പേപ്പർ കണ്ടപ്പോൾ അത്ര താല്പര്യമില്ലെങ്കിൽ സെക്കൻഡ് സെമ്മിൽ വേറെ പേപ്പറിലേക്കൊക്കെ മാറാം കേട്ടോ. പക്ഷേ അതിനനുസരിച്ച് അയാളുടെ ഡിഗ്രിയിൽ വരുന്ന സർട്ടിഫിക്കറ്റിൽ മാറ്റം ഉണ്ടാവും. നമ്മൾ സ്ട്രോങ് ആയിട്ട് സജസ്റ്റ് ചെയ്യാറുള്ളത്, നിങ്ങളൊരു ഗ്രൂപ്പ് ഏകദേശം സെലക്ട് ചെയ്താൽ, ഒന്നാമത്തെ സെമസ്റ്ററിൽ നിന്ന് സെലക്ട് ചെയ്താൽ പിന്നെ അത് തുടരണം എന്നുള്ളതാണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ എക്സാക്ട്ലി പേപ്പറാണ് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ സമയത്ത് സെലക്ട് ചെയ്യാൻ വേണ്ടി വരിക. ഞാൻ കാണിച്ച മൈനർ ഗ്രൂപ്പിൻ്റെ പേരെല്ലാം അവിടെ കാണിക്കുക. പകരം കൊമേഴ്സിൽ നിന്ന് നമ്മൾ കാണിക്കുക എസെൻഷ്യൽസ് ഓഫ് മാർക്കറ്റിംഗ് എന്നുള്ള പേപ്പറായിരിക്കും ഉണ്ടാവും ഒന്നാമത്തെ സെമസ്റ്ററിലെ പേപ്പറിൽ. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യണം. അതുപോലെ ലോജിസ്റ്റിക്സിൻ്റെ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ അവിടെ അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ ആയിരിക്കും കാണിക്കുക. ഈ ബ്രാക്കറ്റിൽ കാണിച്ചതൊക്കെ അവിടുത്തെ സീറ്റുകളുടെ എണ്ണമാണ്. അത്രയും സീറ്റിലേക്കാണ് നമ്മൾ അവിടെ അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ്. മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് അലോട്ട്മെൻറ്റ്. അപ്പോൾ എല്ലാവരും പ്രത്യേകം മാർക്ക് ബേസ് ചെയ്തിട്ടായിരിക്കും അലോട്ട്മെൻറ്റ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക കേട്ടോ. എന്നാൽ SC/ST കുട്ടികൾക്ക് റിസർവേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആ ഒരു റിസർവ്ഡ് സീറ്റിലേക്ക് കയറി വരാനും പറ്റും. നെക്സ്റ്റ് ഇതിൽ ഓർത്ത് വെക്കേണ്ട, സെമ്മിലപ്പോൾ ഓരോ പേപ്പറാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പേര് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടും, എന്നാൽ അത് ഇതിന് കണ്ടുപിടിക്കണമെങ്കിൽ അതിന് കാണിക്കുക എസെൻഷ്യൽസ് ഓഫ് മാർക്കറ്റിംഗ് ആയിരിക്കും. അത് ഓരോ സാധനത്തിന് പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ളതിന് പകരം അതിൻ്റെ പേപ്പറിലേക്ക് വരുമ്പോൾ നമ്മളതിൻ്റെ പേപ്പറിൻ്റെ പേരായിരിക്കും അവിടെ കാണിക്കുക എന്നുള്ളത്. അത് ഇൻട്രൊഡക്ഷൻ ടു പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ളതാണ് കേട്ടോ. ഇതിൽ എഴുതിയപ്പോൾ അതിലൊരു അപ്ഡേഷൻ പെൻഡിങ് വന്നിട്ടുണ്ട്, അത് ശ്രദ്ധിക്കുക. ദെൻ ഈ MDC എന്ന് പറഞ്ഞ കോഴ്സുകളുണ്ട്. നമ്മുടെ മൈനർ ചൂസ് ചെയ്തതിന് ശേഷം അതിന് താഴെ തന്നെ MDC ചൂസ് ചെയ്യാനുണ്ടാവും. നമ്മുടെ കോളേജിൽ നിലവിൽ 9 MDCകളുണ്ട്, ലൈബ്രറി അടക്കം. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് വെച്ചെങ്കിൽ അത് ചൂസ് ചെയ്യാം. ഈ MDC ചൂസ് ചെയ്യുന്നിടത്ത് നമ്മൾ ഒരുപാട് ആലോചിക്കാനോ നമ്മുടെ നേരത്തെ പറഞ്ഞ പാത്ത് വേയോ പിന്നീട് സർട്ടിഫിക്കറ്റിൽ വരികയോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഏതെങ്കിലും കോഴ്സ് ശരിക്കും ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പഠിക്കാൻ ഇൻട്രസ്റ്റിംഗ് തോന്നുന്ന ഒരു കോഴ്സ് ചൂസ് ചെയ്യാം. പക്ഷേ ഇതൊരിക്കലും നമ്മുടെ PGയിലേക്ക് പോകുന്നതിനെയോ നമ്മുടെ പാത്വേനെയോ അങ്ങനെ സർട്ടിഫിക്കറ്റിലേക്കോ ഒന്നും ഇതെടുക്കുന്നില്ല. അത് ജസ്റ്റ് ഒരു MDC കോഴ്സ് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഇവിടെ മാത്സിൻ്റെ കേസിൽ മാത്സുകാർക്ക് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. മറ്റു കുട്ടികൾക്കൊക്കെ സെയിമാണ്, എവിടെ നിന്നും എടുക്കാം. നേരത്തെ പറഞ്ഞ BBA കുട്ടികൾക്കും MDC ബാധകമാണ്. അപ്പോൾ അവർ MDCക്ക് അപ്ലൈ ചെയ്യേണ്ടതാണ് കേട്ടോ. പിന്നെ ഡേറ്റുകൾ നമ്മൾ ഇന്ന് രാവിലെ മുതൽ ഓപ്പൺ ആക്കുകയാണ്. അത് ജൂലൈ 25-ന് നാളെ 5 മണി വരെയാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക. നിങ്ങളുടെ MBAS ആപ്പിൽ പാത്ത് വേ എന്ന് പറയുന്ന മെനുവിലാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കോഴ്സുകളൊക്കെ സെലക്ട് ചെയ്യാം. ആദ്യം മൈനർ B എന്ന് കാണും, അതിൽ നിന്ന് സെലക്ട് ചെയ്യാം മൈനർ C. അത് പ്രിഫറൻസ് ആണെങ്കിലും മാർക്ക് ചെയ്യുന്നത്. മിനിമം 3 ചോയ്സെങ്കിലും പ്രിഫറൻസ് ഫില്ല് ചെയ്ത് വെക്കണം എന്ന രീതിയിലായിരിക്കും അത് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക് സെറ്റ് ആയതുകൊണ്ട് അതിൽ നിന്ന് ചൂസ് ചെയ്താൽ മതി. സെലക്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമൊക്കെ അതിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ എറേഴ്സൊന്നും വരാനുള്ള സാധ്യത കുറവാണ് കേട്ടോ. ഫസ്റ്റത്തെ അലോട്ട്മെൻറ്റ് ശനിയാഴ്ച രാത്രി 10 മണിക്ക് വരും എന്നുള്ളതാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തിങ്കളാഴ്ച മുതലുള്ള ക്ലാസ്സിൽ നിങ്ങൾക്ക് മൈനറിൻ്റെ ക്ലാസ്സിൽ കയറാനും അറ്റൻഡൻസ് ഇതൊക്കെ എടുക്കാനൊക്കെ പറ്റുന്ന രീതിയിലാണ് നിലവിൽ ഫ്രെയിം ചെയ്തിട്ടുള്ളത്. ഇനി സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ചോദിക്കാം. അപ്പോൾ എല്ലാവരും വളരെയധികം ടീച്ചേഴ്സിനോടൊക്കെ ഡിസ്കസ് ചെയ്ത് ഫ്രണ്ട്സിനോടൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് മാത്രം എന്ത് ചെയ്യാം, ഈ മൈനറുകളൊക്കെ ചൂസ് ചെയ്തിട്ട് വെക്കുക. എപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്താലും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഏതുവരെ ഈ ക്ലോസ് ചെയ്യുന്നത് വരെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ടൈം സബ്മിറ്റ് ചെയ്യുമ്പോൾ പ്രശ്നമൊന്നുമില്ല, പിന്നെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഓർക്കുക, നമ്മൾ അമൽ കോളേജിൽ ഉള്ള മൈനർ ഗ്രൂപ്പുകളൊക്കെ എല്ലാവർക്കും എടുക്കാവുന്നതും അതിന് പറ്റാവുന്നതുമാണ്. അതുകൊണ്ട് ഒരുപാട് ടെൻഷനൊന്നുമില്ല. ഇപ്പോൾ കൊമേഴ്സിലെ കുട്ടിക്ക് എക്കണോമിക്സിന് എടുത്താൽ നല്ലതാണ്, ടൂറിസത്തിന് എടുത്താൽ നല്ലതാണ്, സ്റ്റാറ്റിൽ നിന്ന് എടുത്താൽ നല്ലതാണ്. അങ്ങനെ ഒരുപാട് അവർക്ക് ചൂസ് ചെയ്യാവുന്ന സാധനങ്ങളുണ്ട്. അതുകൊണ്ട് ഭയങ്കര ടെൻഷൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെയാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകാർക്കും. ടൂറിസംകാർക്ക് കൊമേഴ്സിക്ക് വരാം, എക്കണോമിക്സിക്ക് വരാം. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാനും ആ പേപ്പറുകളൊക്കെ അത്യാവശ്യം റെലവൻറ്റുമാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.